عليكم ورحمة الله وبركاته. بسم الله كفى والصلاة على النبي المصطفى وآله أهل الصدق والوفاء أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം നിലകൊള്ളുന്ന ഈ മേഖല എന്നുള്ളത് ഇരുലോകത്തും ഉപകരിക്കുന്ന വിധത്തിലാണ്. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. സൈബർ കുറ്റകൃത്യങ്ങൾ ബോധവൽക്കരണം അനിവാര്യമെന്ന വിഷയത്തെ ചർച്ച ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മധുരയിൽ ഒരു വിമുക്ത ഭടനെയും ഭാര്യയെയും ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തു എന്ന് ഭീഷണിപ്പെടുത്തി 60 ലക്ഷം രൂപ തട്ടിയെടുത്തു. മുംബൈ പോലീസ് എന്ന വ്യാജേനയാണ് സൈബർ തട്ടിപ്പുകാർ ഇവരെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, നാം ജീവിക്കുന്ന ഈ കാലം എന്നുള്ളത് വിരൽ തുമ്പിൽ ലോകമൊതുങ്ങുന്ന ഡിജിറ്റൽ യുഗത്തിലാണ്. ആധുനിക കാലഘട്ടത്തിലെ ഡിജിറ്റൽ യുഗങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഗുണങ്ങളും ദോഷങ്ങളും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ദീനീ പ്രചരണങ്ങൾക്ക് ഇത്രമാത്രം കരുത്തു പകരാൻ സാധിച്ചിട്ടുള്ളത്. സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സൈബർ അല്ല കുറ്റവാളിയാകുന്നത്, മറിച്ച് സൈബർ കോട്ടകളെ പോലും തകർത്ത് കളയാനുള്ള കെൽപ്പുള്ള മനുഷ്യ ദേഹേച്ഛകളാണ് സൈബർ കുറ്റവാളികളെ നിർമ്മിതമാക്കിക്കൊണ്ടിരിക്കുന്നത്. സാങ്കേതിക വിദ്യ എന്നത് ഒരു കത്തി പോലെയാണ്. തീർച്ചയായും ആ കത്തി കൊണ്ട് നമുക്ക് പഴങ്ങൾ മുറിക്കാനും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കൈ മുറിക്കാനും ആ കത്തിക്ക് സാധിക്കുന്നതാണ്. അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ആരെയും ഇരകളാക്കപ്പെടരുത്. അതിവേഗം വളരുന്ന സാങ്കേതിക വിദ്യക്കൊപ്പം നമ്മുടെ വിവേകവും വളർത്തിയെടുക്കേണ്ടതുണ്ട്. സുരക്ഷിതമായ ഒരു സൈബർ കോട്ട പടുത്തുയർത്താൻ നമുക്ക് പ്രതിജ്ഞയെടുക്കേണ്ടതുമുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളെ നേരിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി അവൻ്റെ ഉള്ളിലുള്ള ദേഹേച്ഛകളെ ഇല്ലായ്മ ചെയ്യുന്നത് മൂലം അവൻ്റെ ആ സൈബർ കുറ്റകൃത്യങ്ങൾ ഇരയാക്കപ്പെടുന്ന അവൻ്റെ പകുതി സുരക്ഷയും അതിലൂടെ അവനക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും എന്നത് നമുക്ക് അറിവ് നുകരാനും നന്മകളെ പ്രചരിപ്പിക്കാനും വേണ്ടി ലഭിച്ച നിഅമത്തുകളാണ്. എന്നാൽ ഇതേ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് തിന്മയുടെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇതാണ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് ചുരുക്കത്തിൽ പറയുന്നത്. ഓൺലൈൻ തട്ടിപ്പ്, തിരിച്ചറിയൽ മോഷണം, വ്യാജ വാർത്തകൾ, സ്വകാര്യതാ ലംഘനം, സൈബർ പീഡനം എന്നതൊക്കെ ഒരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും മാനസിക സമാധാനത്തെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് ഒരു ജീവൻ തന്നെ തകർത്ത് കളയാനുള്ള കഴിവും മൂർച്ചയും സൈബർ കുറ്റകൃത്യങ്ങൾക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അറിവില്ലായ്മയാണ് അന്ധകാരത്തിൻ്റെ മൂലമെന്ന് പറയുന്നത് എത്ര മൗഢ്യമാണ്. പ്രത്യേകിച്ചും സൈബർ ലോകത്തും ഇതേ സത്യം ബാധകമാണ്. കാരണം അറിവില്ലായ്മ തന്നെയാണ് നമ്മെ സൈബർ കുറ്റകൃത്യങ്ങളെ ഇരയാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 2024 41,426 തട്ടിപ്പുകൾ രജിസ്റ്റർ ചെയ്തതായി കണക്കുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ്. 2023 23,478 ആയിരുന്നുവെങ്കിലും ഒരു കൊല്ലം മുന്നിടുമ്പോഴേക്കും അവിടെ ഇരട്ടി വർധനമുണ്ടായതായും കാണാൻ സാധിക്കുന്നതാണ്. സൈബർ കുറ്റങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് സ്കൂളുകൾ, കോളേജുകൾ, പൊതുസമൂഹങ്ങൾ തുടങ്ങിയവ ഇങ്ങനെയുള്ള ഫലപ്രദമായ ഭാഗങ്ങൾ നമുക്ക് ലഭ്യമാണ്. സ്കൂളുകളിലൊക്കെ നടത്തുമ്പോൾ
കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകുകയും അതിലൂടെ അതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ഉത്ബോധരാക്കുകയും ചെയ്യുക എന്നതാണ് സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിരോധം. നാം ഓർക്കുക, നമ്മുടെ ജീവിതം നമ്മുടെ സുരക്ഷ എന്ന് നാം മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.